പവിത്രത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പുളിക്കിനെ കണ്ടുപിടിക്കാനായി ജോസഫും അനിയൻകുട്ടനും ജോണിയുടെ കൂടെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നാഗർകോയിലേക്ക് പോകാനുള്ള ഡ്രസ്സുകളും മറ്റും എടുക്കാനായി ജോസഫും അനിയൻകുട്ടനും രാജുവേട്ടന്റെ അടുത്തേക്ക് ജോണിയുടെ കൂടെ കാറിൽ പോവുകയാണ്. ജോസഫിന് ഒരു കോൾ വരികയാണ്. അത് വിക്രമാണെന്ന് മനസ്സിലാക്കിയ ജോസഫ് മറ്റുള്ളവർക്ക് സംശയം തോന്നാത്ത രീതിയിൽ സംസാരിക്കുകയാണ്. വിക്രം പറഞ്ഞു, ഇന്ന് രാത്രി വേദയുടെ വീടിന്റെ മുന്നിൽ നീ വണ്ടിയുമായിട്ട് വരണം. 12 മണി കഴിഞ്ഞിട്ട് മതി. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുക. വിക്രം പറയുന്നത് കേട്ട് കൂടുതലൊന്നും സംസാരിക്കാനാകാതെ ജോസഫ് പറഞ്ഞു, ഞാനതിന് സ്ഥലത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ജോസഫ് കോൾ കട്ട് ചെയ്യുകയാണ്. ജോണി വിളിച്ചതാരാണെന്ന് ചോദിച്ചപ്പോൾ അത് ഒരു ഫ്രണ്ടാ, വെറുതെ വിളിച്ചതാ എന്ന് ജോസഫ് പറയുകയാണ്. വിക്രമിന്റെ സംസാരം കേട്ട് വേദ ചോദിച്ചു, എന്താ ഇപ്പോ പെട്ടെന്ന് പോകാനൊരു പ്ലാൻ? അച്ഛൻ സംസാരിക്കുന്നത് വിക്രം കേട്ടോ. എന്റെ ഒപ്പമുള്ള നിന്റെ ജീവിതം അത്ര സുരക്ഷിതമല്ല. അതറിഞ്ഞിട്ടും എന്തിനാ ഇങ്ങനെ റിസ്ക് എടുക്കുന്നേ? വിക്രം ചോദിക്കുകയാണ്. അങ്ങനെ ഒരു കത്തിമുനയ്ക്കും ഇയാളെ വിട്ടുകൊടുക്കില്ലാത്തതുകൊണ്ട്, എല്ലാത്തിനും ഉപരി എന്റെ മനസ്സിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് എന്നോട് ഒരിഷ്ടവും വിക്രമിന് തോന്നിയിട്ടില്ലേ? എന്നോടൊപ്പം ഒരുമിച്ച് ജീവിക്കണമെന്ന് ഒരു കാലത്തും തോന്നിയിട്ടില്ലേ? വേദയുടെ ചോദ്യം കേട്ട് ഒന്നും പറയാനില്ലാതെ വിക്രം വേദയെ കെട്ടിപ്പിടിക്കുകയാണ്. വേദയുടെ കണ്ണുനീര് തുടച്ചുകൊണ്ട് വിക്രം പറഞ്ഞു, നിന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ എന്ന് 1000 തവണ ഞാൻ പറയാതെ പറഞ്ഞിട്ടില്ലേ? പൊട്ടിപ്പോയ എന്റെ ജീവിതം കൂട്ടിയൊട്ടിച്ചത് നീയല്ലേ വേദ? ഈ വേതാളമില്ലാതെ വിക്രമാദിത്യന് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? വിക്രം ചോദിച്ചു. അങ്ങനെ വിക്രം ആദ്യമായി തന്റെ ഇഷ്ടം വേദയോട് തുറന്നു പറയുകയാണ്. വേദയെ ചേർത്ത് പിടിച്ച് വിക്രം ചുംബിക്കുകയാണ്. അങ്ങനെ ആ നിമിഷം മുതൽ വേദയും വിക്രവും പരസ്പരം ഒന്നാവുകയാണ്. ജോസഫും അനിയൻകുട്ടനും കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് പാക്ക് ചെയ്യുകയാണ്. പാക്കിംഗ് കഴിഞ്ഞ് ജോസഫ് ജോണിയെ വിളിക്കാൻ ഫോൺ എടുത്തപ്പോൾ ഈ ഫോൺ വിക്രമിന്റെ കയ്യിലായിരുന്നല്ലോ. പിന്നെ ഇതെങ്ങനെ ജോസഫിന് തിരികെ കിട്ടിയെന്നും വിക്രമിന് അന്ന് എന്താണ് സംഭവിച്ചതെന്നും രാജുവേട്ടനും അനിയൻകുട്ടനും ജോസഫിനോട് ചോദിക്കുകയാണ്. അവസാനം ജോസഫ് വിക്രം വേദയുടെ കൂടെയാണെന്ന സത്യം അവരോട് പറയുകയാണ്. വേദ പറഞ്ഞതുകൊണ്ടാണ് ഇതുവരെ ഈ വിവരം ആരോടും പറയാതിരുന്നതെന്നും ജോസഫ് അവരോട് പറഞ്ഞു. അങ്ങനെ എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. അപ്പോഴേക്കും ജോണി എത്തി. അങ്ങനെ അവർ അയാളോടൊപ്പം നാഗർകോയിലേക്ക് പോവുകയാണ്. വിക്രം മുറിയിലിരുന്ന് ഉറക്കെ പാട്ട് പാടുകയാണ്. തുണിയെടുക്കാൻ പോയ വർഷ ഇത് കേൾക്കുന്നുണ്ട്. അപ്പോഴേക്കും ദീപ്തി അങ്ങോട്ട് വരികയാണ്. വേദയുടെ മുറിക്കടുത്തേക്ക് പോകുന്ന വർഷയെ ദീപ്തി തടയാൻ നോക്കുകയാണ്. ഒരാണ് പാടുന്നത് പോലെയുണ്ടെന്ന് വർഷ ദീപ്തിയോട് പറഞ്ഞു. അത് കേട്ട് വേദേച്ചി മിമിക്രി കാണിക്കുന്നതാണെന്നും ഒറ്റയ്ക്കിരുന്ന് വേദേച്ചി അങ്ങനെയൊക്കെ ചെയ്യുമെന്നും പറഞ്ഞ് ദീപ്തി വർഷയെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും വർഷ സമ്മതിക്കുന്നില്ല. വേദ മെയിൽ വോയിസിൽ പാടുന്നത് നേരിട്ട് കേൾക്കണമെന്ന് പറഞ്ഞ് വർഷ വേദയെ വിളിക്കുകയാണ്. കതകിൽ മുട്ടുന്നത് കേട്ട് വിക്രം അപ്പുറത്തെ മുറിയിൽ കയറി ഒളിച്ചു നിന്നു. വേദ കതകു തുറന്നതും വർഷ ഇടിച്ചിട്ട് അകത്തേക്ക് കയറുകയാണ്. പിന്നീട് ഒരു കണക്കിന് വേദയും ദീപ്തിയും കൂടി പല പല നുണങ്ങൾ പറഞ്ഞാണ് വർഷയെ പുറത്തിറക്കുന്നത്. അവര് പോയി കഴിഞ്ഞ് വീണ്ടും പാടാൻ തുടങ്ങിയ വിക്രമിനോട് വേദ പറയുകയാണ്, എന്റെ യേശുദാസ് ഇനി ഇങ്ങനെ പാടരുത് എന്ന്. അപ്പോൾ അടുത്ത എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും ബൈ.